ஹரி விட்டலா விட்டலா 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 ஹரி விட்டலா பாண்டுரங்க விட்டலே ஹரி நாராயண பாண்டுரங்க விட்டலே ஹரி நாராயண புரந்தர விட்டலே ஹரி நாராயண புரந்தர விட்டலே ஹரி நாராயண ஹரி நாராயண ஜய நாராயண ஹரி நாராயண ஜய நாராயண விட்டலா ஹரி விட்டலா விட்டலா ஹரி விட்டலா விட்டலா ஹரி விட்டலா பாண்டுரங்க விட்டலே ஹரி நாராயண புரந்தர விட்டலே ஹரி நாராயண ஹரி நாராயண ஜய நாராயண ஹரி நாராயண ஜய நாராயண விட்டலா ஹரி விட்டலா ஜெய் போல் பண்டரிநாத் மகாராஜ் கி ஜெய். விட்டலா പറഞ്ഞ അർത്ഥം നമുക്ക് ജ്ഞാനം കൊടുക്കുന്നവൻ എന്നാണ് അർത്ഥം. വിദാ ജ്ഞാനേന ഠാൻ ശൂന്യാൻ ലാതി ഗൃഹാതി യസ്വയം. വി പറഞ്ഞാൽ ജ്ഞാനം, ഠ പറഞ്ഞാൽ ശൂന്യം. അതുകൊണ്ടാണ് മലയാളത്തിൽ ഠ എഴുതുമ്പോൾ ഒരു ശൂന്യം വരയ്ക്കും. ഇപ്പോൾ വി ജ്ഞാനം, ഠ ശൂന്യം. ജ്ഞാനം ഇല്ലാത്തവർക്കും ഇതാ ജ്ഞാനേന ഠാൻ ശൂന്യാൻ ലാതി. ലാതി പറഞ്ഞാൽ സ്വീകരിക്കുന്നു. റാദാനേ ലാ ആദാനേ. അങ്ങനെ ജ്ഞാനം ഇല്ലാത്തവരെയും അനുഗ്രഹിക്കും. ഇപ്പം മൂഢന്മാരായിരുന്നാൽ മതി, കൂടുതൽ ജ്ഞാനവും നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഭക്തി വേണം. അങ്ങനെ ഭക്തിയോട് മൂഢനായാലും ഭഗവാൻ അനുഗ്രഹിക്കും. പിന്നെ മൂഢനെയും വലിയ വിദ്വാനാക്കി മാറ്റും. അതാണ് ആ വിഠ്ഠല ഭഗവാന്റെ കാരുണ്യം. വിഠ്ഠല കൃഷ്ണൻ എന്നാണ് പേര്. മഹാരാഷ്ട്രത്തിൽ പണ്ഡരീപുരം എന്ന സ്ഥലത്തിൽ, പണ്ഡർപൂർ എന്ന സ്ഥലത്തിലാണ് ആ ഭഗവാൻ പ്രകാശിക്കുന്നു. നാമദേവൻ എന്ന പേരുള്ള ഭക്തൻ ഒരു പ്രഭാഷണത്തിന് ചെന്നിരുന്നു. ആ പ്രഭാഷണക്കാരൻ പറഞ്ഞു, വാൽമീകി മഹർഷി ശതകോടി പ്രവിസ്തരം, 100 കോടി അഭംഗം. അഭംഗം പറഞ്ഞാൽ അതൊരു വൃത്തമാണ്. ഭുജംഗപ്രയാത എന്ന പേരുള്ള വൃത്തമാണ്. മഹായോഗപീഠേ തഠേ ഭീമരഥ്യാവരം പുണ്ടരീകായ ദാതും മുനീന്ദ്രൈഹി. അതേപോലെ സുന്ദരത്തെ ധ്യാന ഉഭവിട്ടേവരി മഹായോഗപീഠേ തട്ടേ ഭീമരഥ്യാവ. അതേപോലെ ഒരു വൃത്തമാണ്. ഒരു 100 കോടി ഗ്രന്ഥം രാമനെക്കുറിച്ച് വാൽമീകി രചിച്ചു കേട്ടപ്പോൾ അദ്ദേഹം ഭഗവാന്റെ അടുത്തുനിന്ന് കരഞ്ഞു, വിഠ്ഠല ഭഗവാനോട്, നിനക്കും എത്ര ഗുണങ്ങൾ, നിൻ്റെ ഗുണങ്ങളെ പാടാൻ എനിക്ക് ഒരു 100 കോടി അഭംഗം പാടണം, അതിന് ജ്ഞാനം തരണം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ
വിഠ്ഠലകൃഷ്ണൻ സരസ്വതി ഒന്ന് വിളിച്ചു, ഒന്ന് ആ ഉണ്ണിയുടെ അടുത്ത് ചെന്നോളൂ പറഞ്ഞു. പ്രചോദിതായേന പുരാ സരസ്വതി വിതൻവതാജസ്യ സതീം സ്മൃതിം ഹൃദി സ്വലക്ഷണ പ്രാദുരഭൂത് കിലാസ്യതഃ സമേ ഋഷീനാം ഋഷഭ പ്രസീദതാം. അങ്ങനെ സരസ്വതിയെ വിളിച്ചു പറഞ്ഞപ്പോൾ സരസ്വതി ദേവി ആ ഉണ്ണിയുടെ നാവിൽ കയറി വന്നു. പിന്നെ അദ്ദേഹം എപ്പോഴും ജാഗത സോവത എല്ലാ സമയത്തും ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. കുളിക്കുന്ന സമയത്തും പാട്ട് പാടി, സ്വന്തമായിട്ട് എഴുതുന്ന പാട്ട്, വേറെ ആൾ എഴുതിയ പാട്ടെങ്കിൽ നമുക്ക് പാടാം. എല്ലാ സമയത്തും സ്വന്തമായിട്ട് പാട്ട് ഉണ്ടാക്കണ്ടേ? അത് സരസ്വതിയുടെ അനുഗ്രഹം. തതുപഗത സമാസ സന്ധിയോഗം. അതേപോലെയാണ് ഇവിടെ അദ്ദേഹം 100 കോടി അഭംഗം പാടണം പ്രതിജ്ഞ ചെയ്തു പോയി. പക്ഷേ അദ്ദേഹത്തിന് ആയസ് അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു. അദ്ദേഹം വീണ്ടും ജനിച്ചു. നാമദേവൻ തന്നെ വീണ്ടും തുക്കാറാം മഹാരാജ് ജനിച്ചു. ബാക്കിയുള്ള അഭംഗങ്ങൾ പൂർത്തിയാക്കി എന്നാണ് പറയുന്നു. അങ്ങനെ ജ്ഞാനം കൊടുക്കുന്ന ദേവനാണ് വിഠ്ഠല ഭഗവാൻ. ആ ഭഗവാന്റെ നാമാവളിയാണ് അദ്ദേഹം പാടി. നമുക്കൊന്നുകൂടി പാടാം. ബോലോ നാരായണ ജയ് ജയ് വിഠ്ഠല, ബോലോ നാരായണ ജയ് ജയ് വിഠ്ഠല, ബോലോ നാരായണ ജയ് ജയ് വിഠ്ഠല, ബോലോ നാരായണ ജയ് ജയ് വിഠ്ഠല. ലക്ഷ്മീ നാരായണ രംഗ രംഗ വിഠ്ഠല, ലക്ഷ്മീ നാരായണ बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल. लक्ष्मी नारायण रंग रंग विठ्ठल, लक्ष्मी नारायण रंग रंग विठ्ठल. गोविंद विठ्ठल गोपाल विठ्ठल, गोविंद विठ्ठल गोविंद विठ्ठल, गोपाल विठ्ठल, गोविंद श्रीरंग विठ्ठल पांडुरंग विठ्ठल, श्रीरंग विठ्ठल पांडुरंग, श्रीरंग विठ्ठल पांडुरंग विठ्ठल, श्रीरंग विठ्ठल पांडुरंग विठ्ठल. बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल, जय जय विठ्ठल, जय 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 विठ्ठल, जय 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 विठ्ठल, जय 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 विठ्ठल, जय 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 विठ्ठल. बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल. सर्वत्र गोविंद नाम संकीर्तनं गोविंद. प्रेमिकं सद्गुरुं भजे. जय बोल सद्गुरुनाथ महाराज की जय. മൂന്നാമത്തെ സ്കന്ധത്തിൽ സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിച്ച് വരുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നും ഒരു മഹാത്മാ ഉണ്ടായി. ഛായായാ കർദ്ദമോ യജ്ഞേ. ബ്രഹ്മാവോട് സൃഷ്ടിക്കണം പറഞ്ഞാൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ സൃഷ്ടിയൊക്കെ വളരെ എളുപ്പമാണ്. ബ്രഹ്മാവിന് തലമുടി കുടഞ്ഞ് വീണ്ടും കിട്ടും. ആ അദ്ദേഹത്തിന് തലമുടി താഴെ വീണു. അതിൽ നിന്ന് പാമ്പുകളൊക്കെ ഉണ്ടായി. സർപ്പ പ്രസർപ്പത ക്രൂര നാഗ ഭോഗോരു കന്ധരാഹ. ഇങ്ങനെ അദ്ദേഹം കണ്ണാടി നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു സൃഷ്ടി. ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്താലും അതിൽ നിന്ന് ഒരു സൃഷ്ടി ഉണ്ടാവണം. അങ്ങനെ അദ്ദേഹത്തിന് നിഴലിൽ നിന്ന് ഒരു മഹാത്മാ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരാണ് കർദ്ദമൻ. അദ്ദേഹം സൃഷ്ടി ചെയ്യാൻ വേണ്ടി അച്ഛൻ പറഞ്ഞപ്പോൾ ഭഗവാനെക്കുറിച്ച് തപസ് ചെയ്തു ഒരു 10,000 കൊല്ലം. പ്രജാസൃജേതി ഭഗവാൻ കർദ്ദമോ ബ്രഹ്മണോദിതഃ സരസ്വത്യാം തപസ്തേപേ സഹസ്രാണാം സമാദശൻ. സതം വിരജമർക്കാഭം ചിതപത്മോത്പലസ്ത്രജം സ്നിഗ്ധനീലാലകം വ്രാതവക്ത്രാബ്ജം വിരജോംബരം കിരീട്ടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോത്പലക്രീഡനകം മനസ്പർശസ്മിതേക്ഷണം വിന്യസ്തചരണാംഭോജം ഹംസദേശേ ഗരുത്മതഃ ദൃഷ്ട്വാ ഖേവസ്ഥിതം വക്ഷശ്രിയം കൗസ്തുഭകന്ധരം ജാതഹർഷോപതന്മൂർധ്നാ ക്ഷിതൗ ലബ്ധമനോരഥഃ
ഈർഭിസ്ത്വഭ്യകരണാത് പ്രീതിസ്വഭാവാത്മാ കൃതാഞ്ജലി. സരസ്വതി നദീതീരത്തിൽ ചെന്ന് 10,000 കൊല്ലം തപസ് ചെയ്തു. ഭഗവാൻ വന്നില്ല. ഭഗവാൻ വന്നില്ലല്ലോ എന്ന് അദ്ദേഹം കരയാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കൃതയുഗമായതുകൊണ്ട് കൃതേ ശുക്ല, നല്ല വെളുത്ത കളറിലാണ് ഭഗവാൻ. സതം വിരജം അർക്കാഭം, അതേപോലെ സിത പത്മോത്പലസൃജം, വെളുത്ത താമരപ്പൂമാളിയും വെളുത്ത കളറിലുള്ള അല്ലിപ്പൂമാളിയും ധരിച്ചിട്ടുണ്ട്. പിന്നെ കിരീടം, കുണ്ടലം എല്ലാത്തിനും വെള്ളക്കല്ലാണ്. പിന്നെ ഭഗവാന്റെ വസ്ത്രമും വിരജോമ്പരം, സാധാരണ മഞ്ചപ്പട്ടാണ് ഭഗവാൻ ധരിക്കാറുണ്ട്. പീതാംബരത്തിന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വിരജാംബരം പറഞ്ഞാൽ നല്ല ശുദ്ധ വെളുത്ത വസ്ത്രം. എന്താ കാരണം? എല്ലാവരുടെ മനസ്സ് ആ സമയത്ത് വെളുത്ത കളറായിരുന്നു, നല്ല ശുദ്ധ മനസ്സായിരുന്നു. കൃതകൃത്യ പ്രജാജാത്യ തസ്മാത് കൃതയുഗം വിദുഹു. അതുപോലെയാണ് ജനങ്ങൾ എങ്ങനെയാണോ അതുപോലെ ഭഗവാനും നല്ല വെളുത്ത കളറിൽ വസ്ത്രം, വെളുത്ത മാല, എല്ലാം വെളുത്ത കളറായിരുന്നു. ഭഗവാന്റെ പല്ലുകളും വെളുത്ത കളറാണ്. പക്ഷേ ഒന്ന് മാത്രം കറുത്ത കളറായി. ഏതാണ്? കേശം മാത്രം. സ്നിഗ്ധ നീലാല കൗരാത. ഭഗവാന്റെ കേശവും വെളുത്ത കളറായാൽ നന്നാവും. നമുക്കൊക്കെ വെളുത്തായാൽ അത്ര ഭംഗി ഉണ്ടാവുന്നില്ല. എന്തായാലും ഭഗവാന്റെ കേശം വെളുത്ത കളറും ചിലപ്പോൾ ഉണ്ടാവും. ശീതകൃഷ്ണകേശ അങ്ങനെയാണ് പറയുന്നത്. വൈകുണ്ഠനാഥനോട് പ്രാർത്ഥിച്ചു ദേവന്മാരൊക്കെ. ഈ കംസൻ്റെ ഭാരം താങ്ങാൻ വയ്യ, ഈ കംസൻ്റെ മോശമായ രാജ്യഭരണം, കംസനെ നിഗ്രഹിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. അപ്പോൾ ഭഗവാൻ വൈകുണ്ഠനാഥൻ പറഞ്ഞു, ഈ കംസൻ സാധാരണ ആള്, ഇയാളെ വധിക്കാൻ ഞാൻ ഇറങ്ങി വരണോ? ആരെങ്കിലും ഭക്തന്മാർ വിളിച്ചാൽ ഞാൻ വരും. വെറുതെ കംസനക്ക് മാത്രം ഞാൻ വരേണ്ട ആവശ്യമില്ല. ചില ആൾ ചോദിക്കും, അന്ന് ഹിരണ്യകശിപു ഉള്ളപ്പോൾ ഭഗവാൻ നരസിംഹാവതാരം സ്വീകരിച്ച് വന്നില്ലേ? ഇപ്പോൾ എത്ര ഹിരണ്യകശിപുവാണ് ലോകം മുഴുവനും? ഭഗവാൻ എന്താ വരാത്ത കാരണം? ഹിരണ്യകശിപുവിന് വേണ്ടി വന്നില്ലേ ഭഗവാൻ? ഒരു പ്രഹ്ലാദനക്ക് വേണ്ടി വന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പ്രഹ്ലാദൻ ഇല്ലേ തോന്നും. ഒരു പ്രഹ്ലാദൻ ഉണ്ടെങ്കിൽ ഭഗവാൻ ഇറങ്ങി വരും. ഈ കംസനെ നിഗ്രഹിക്കാൻ ഞാൻ വരേണ്ട ആവശ്യമില്ല പറഞ്ഞ് ഭഗവാന്റെ തലയിൽ നിന്നുണ്ട് കേശം പറിച്ചെടുത്തിട്ടു. ഒരു വെളുത്ത കേശവും ഒരു കറുത്ത കേശം ഇങ്ങനെ പറിച്ചെടുത്തിട്ടു. ആ വെളുത്ത കേശമാണ് വെളുത്ത ബലരാമസ്വാമിയായും കറുത്ത കേശമാണ് കൃഷ്ണനായും അവതരിച്ചു എന്നാണ് പേരപുരാണത്തിൽ പറയുന്നു. എന്താ കാരണം? അതുകൊണ്ട് കൃഷ്ണനും ബലറാമും കേശവനും വിചാരിക്കേണ്ട. അതുപോലെ ഒരു സാധാരണ കാര്യമാണ് ഈ കംസവധമൊക്കെ. അതിന് ഞാൻ തന്നെ ആവശ്യമില്ല. അങ്ങനെ ദക്ഷയാഗത്തിന് ഈ ദക്ഷനെ ശിക്ഷിക്കണം നാരദൻ ശിവനോട് പറഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു, ഈ ആളെ ശിക്ഷിക്കാൻ ഞാനേ ഇറങ്ങി വരണോ? എൻ്റെ ഒരു കേശം മതി. ദേവന്മാർക്ക് ഒരു ചെറിയ കാര്യമാണ് നിഗ്രഹമൊക്കെ, അനുഗ്രഹമാണ് പ്രധാനം. അങ്ങനെ ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി വന്ന് ദർശനം കൊടുത്തു. ഗംഭീരസ്തുതി, കർദവൻ്റെ സ്തുതി. ജുഷ്ടം ബതാദ്യാഖില സത്വരാസേഹി സാംസിദ്ധ്യമക്ഷ്ണോസ്തവ ദർശനാന്നഃ യദ്ദർശനം ജന്മഭിരീഡ്യ സദ്ഭിഃ ആശാസത്തെ യോഗിനോ രൂഢയോഗാഃ. ഈ ജന്മത്തിൻ്റെ സാഫല്യം ഭഗവാനെ കാണണം. യോഗികളൊക്കെ പല ജന്മങ്ങൾ തപസ് ചെയ്തിട്ടാണ് ഭഗവാനെ കാണുന്നു. പക്ഷേ എനിക്ക് ഒരേ ജന്മത്തിൽ കിട്ടിയത് എൻ്റെ ഭാഗ്യം. ഏ മായയാതേ ഹതമേധസഹ. ബുദ്ധിയില്ലാത്ത ആളുകൾ ഭഗവാനോട് അല്പമായ സുഖങ്ങൾ ചോദിക്കുന്നു. നരകത്തിൽ കിടക്കുന്ന ജീവനോട് ഭഗവാൻ നേരിട്ട് വന്ന് എന്താ വേണം ചോദിച്ചാൽ നരകത്തിലിരിക്കുന്ന ജീവൻ എന്തെങ്കിലും ചോദിക്കുമോ? എനിക്ക് നരകത്തിൽ നിന്നും കരകയറ്റണേ അങ്ങനെ ചോദിക്കാറില്ല. നരകത്തിൽ ഉച്ചയ്ക്ക് ഒരു പടച്ചോറ് കൊടുക്കുന്നുണ്ട്. ഒരു പടച്ചോറ് പൂറ 2 പടച്ചോറ് കിട്ടിയാൽ നന്നായി, അതേ പ്രാർത്ഥിക്കുള്ളൂ. അതേപോലെയാണ് നമ്മളും. ഇവിടെ ഭൗതിക സുഖങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്ന ആളും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഭൗതിക സുഖം അങ്ങനെ വേണ്ടി വരും. മോക്ഷം വരണം ഒരാൾ ചോദിക്കാറില്ല. പക്ഷേ ഭഗവാൻ കൊടുക്കുന്നു. ഉപാസത്തെ കാമലവായ തേഷാം രാസീസെ കാമാന് നിരയേപി യസ്യുഹു. എന്താ കൊടുക്കാൻ എന്താ കാരണം? ആയുരാരോഗ്യം ഐശ്വര്യം അപവർഗപ്രദോഹരിഹി. ആയസ്, ആരോഗ്യം എല്ലാം ഭഗവാൻ കൊടുക്കുന്നു. കൊടുക്കാൻ എന്താ കാരണം? ഭഗവാനക്ക് ആയസ് ആരോഗ്യം കൊടുക്കാൻ പ്രാധാന്യമില്ലേ?
അപവർഗമാണ് കൊടുക്കാൻ പ്രാധാന്യം. അതിനു വേണ്ടിയാണ് ഭഗവാൻ ആയുരാരോഗ്യമൊക്കെ കൊടുക്കുന്നു. ഇവിടെ നല്ല ഉദാഹരണം ഗുരുനാഥൻ പറയും. ഒരാൾ എന്ത് ചെയ്തു, ഓഫീസ് പോകുന്ന സമയത്തിൽ ഒരു നായ്ക്കുട്ടിയെ കന്നു. നല്ല നായ്ക്കുട്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഓഫീസ് പോകുന്ന സമയത്തും വരുന്ന സമയത്തും ഇടയ്ക്ക് 2 ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു. ആ നായ കൃത്യം ആ ഓഫീസ് പോകുന്ന സമയം 9 മണിയാകുമ്പോൾ അവിടെ വന്ന് നോക്കും. അയാൾ ബിസ്ക്കറ്റ് ഇടുമ്പോൾ അത് സ്വീകരിക്കും. പിന്നെ തിരിച്ച് വരുമ്പോൾ അതുപോലെ 5 മണിക്ക് തിരിച്ച് വരുന്ന സമയത്ത് അത് ബിസ്ക്കറ്റ് ഇട്ട് തരും. ഇങ്ങനെ ഒരാഴ്ച ഇട്ടപ്പോൾ നായ ഈ കാറി എവിടെ നിന്നാണ് പുറപ്പെടുന്നത് കണ്ടുപിടിച്ചു. വീട്ടിലെത്തിയപ്പോൾ അയാൾ നല്ല പണമുള്ള ആളാണ്. 1-2 ആളെ വിളിച്ചു. ഈ നായ വേണ്ട വിധത്തിൽ കുളിപ്പിക്കണം, ഭക്ഷണമൊക്കെ കൊടുക്കണം എന്നൊക്കെ ആൾ ഏർപ്പാടാക്കി. അതിനൊക്കെ ആളൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തായി, ചിലപ്പോൾ ആ യജമാനൻ വരും മുമ്പ് തന്നെ ഈ നായ സോഫയിൽ കയറിയിരിക്കും. അതിൽ കയറി കിടന്ന രോഗം. അപ്പോൾ ഈ ആൾ പാകും, നായ കയറുന്നില്ല, ഇപ്പം ഞാൻ താഴെ നിന്നേക്കാം. അപ്പോൾ അത്രയും ഗൗരവമാണ്. അതേപോലെയാണ് ഭഗവാൻ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ ബിസ്ക്കറ്റ് ഇടുന്നത് പോലെ ആയുസ്, ആരോഗ്യം എന്തൊക്കെ കൊടുക്കുന്നു. ഭഗവാന്റെ സങ്കല്പം എന്താ, നമ്മൾ വൈകുണ്ഠത്തിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് സങ്കല്പം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇതൊക്കെ കൊടുത്തല്ലേ ഭഗവാൻ നന്ദി പറയാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും വരും. അപ്പോൾ ഭഗവാൻ നമ്മുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. പര്യങ്ക വിദ്യയുടെ ഉപനിഷത്തിൽ പോലും പറയുന്നുണ്ട്, ഭഗവാൻ സ്വന്തം പര്യങ്കത്തിൽ തന്നെ ആ ജീവനെ കയറ്റി ഇരുത്തും. അങ്ങനെയാണ് രാശീശകാമാൻ നിരയേപി യേസ്യുഹു തഥാ സചാഹം പരിവോഢുകാമഃ. പക്ഷേ നായെപ്പോലെ നന്ദി നമുക്ക് ഉണ്ടാവണം. എന്താ കാരണം, ഈ നായയെ കുളിപ്പിക്കാൻ ഒരാളുണ്ടാവും, ഭക്ഷണം കൊടുക്കാൻ ഒരാളുണ്ടാവും, വാക്കിംഗ് കൊണ്ടുപോകാൻ ഒരാളും ഉണ്ടാവും. പക്ഷേ നായ എന്ത് ചെയ്യും, യജമാനൻ എപ്പോഴും ഉണ്ടാവില്ല. യജമാനൻ വരേണ്ട സമയത്ത് നമസ്കരിച്ച് നന്ദി പ്രകടനം ചെയ്യും. നായക്കറിയാം, ഈ ചോറ് കൊടുക്കുന്ന ആളും കുളിപ്പിക്കുന്ന ആളും പിന്നെ വാക്കിംഗ് കൊടുക്കുന്ന ആൾക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് എന്നെ നോക്കുന്നു. എന്നെ നോക്കുന്ന പ്രധാന ആൾ അയാളാണെന്ന് നായക്കറിയാം. അദ്ദേഹം മുഴുവനും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരുന്ന സമയത്ത് തൻ്റെ നന്ദി പ്രകടിപ്പിക്കും. അതുപോലെ നമ്മളാവണം. ഓരോരാൾ നമ്മളെ സഹായിക്കുമ്പോഴും ഇവരുടെ രൂപത്തിൽ അമ്മയാണ് നമ്മളെ സഹായിക്കുന്നു, ഭഗവാനാണ് സഹായിക്കുന്നു. നമുക്ക് ആ നന്ദി നമുക്കും ഉണ്ടാവണം എന്നാണ് നമ്മൾ പഠിക്കണം. തഥാ സചാഹം പരിവോഢുകാമഃ സമാനശീലാം ഗൃഹമേധധേനും. എൻ്റെ അച്ഛൻ എന്നെ കല്യാണം കഴിക്കണം പറഞ്ഞിട്ടുണ്ട്. ഒരു സമാനശീലയായ ഒരു പെൺകുട്ടി വേണം. ഇത് പ്രാർത്ഥിച്ചാലേ കിട്ടുള്ളൂ. ചിലപ്പോൾ വിപരീതമായാൽ, ഭാര്യ അനുകൂലമായാൽ ആ കുടുംബജീവിതം സ്വർഗം, ഗൃഹസ്ഥാശ്രമം എന്ന് പറയും. ഭാര്യ അനുകൂലമില്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം ആവും. ഇപ്പം ഗൃഹസ്ഥ ആശ്രമം ആവില്ലേ. ഇപ്പം ഗൃഹസ്ഥാശ്രമമായിട്ട് ആവണമെങ്കിൽ ഭാര്യ ഭർത്താവ് യോജിച്ച് ഒരേപോലെ ആവണം. അത് വേണമെങ്കിൽ ഇങ്ങനെ അമ്മയെ പ്രാർത്ഥിക്കണം, ഇല്ലാതെ ഇങ്ങനെ ഈ ഭഗവാനോട് പ്രാർത്ഥിക്കണം. കർദമനെ പോലെ കർദമൻ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി പെൺകുട്ടി ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. മറ്റന്നാൾ ആ പെൺകുട്ടിയുമായി അച്ഛൻ വരും. സ്വയംഭൂ മനു തൻ്റെ 2ാമത്തെ പെൺകുട്ടി ദേവഹൂതിയെ വിളിച്ചുകൊണ്ട് വരും. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളൂ. നിങ്ങൾ 2 പേർക്കും 9 പെൺകുട്ടികൾക്ക് ശേഷം ഞാൻ തന്നെ പുത്രനായി ജനിച്ചോളാം. ഇതാണ് ഭഗവാന്റെ കാരുണ്യം. അണഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി. നമ്മൾ ചോദിക്കാത്തതും ഭഗവാൻ കൊടുക്കും. നമ്മൾക്ക് ചോദിച്ചത് ചിലപ്പോൾ ചോദിച്ചതിനെ ഇല്ലേ. ഇവിടെ ഗുരുവായൂരപ്പണെങ്കിലേ ചോദിക്കാത്തതും ചേർത്ത് കൊടുക്കും. ഇദ്ദേഹം വിവാഹം കഴിക്കണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നല്ല പെൺകുട്ടി വേണം. ഭഗവാൻ ഞാൻ തന്നെ പുത്രനായി ജനിച്ചോളാം എന്നുകൂടി വലിയ അനുഗ്രഹം ചെയ്തു. പിന്നെ ഭഗവാന്റെ ദിവ്യരൂപം അദ്ദേഹം ധ്യാനിച്ചിരിക്കുമ്പോഴാണ് സ്വയംഭൂമണു വന്നു. എൻ്റെ പെൺകുട്ടിയെ സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ ഒരു നിർബന്ധം വച്ചു. ഒരു ഉണ്ണി ജനിച്ചാൽ, ഒരു ആൺകുട്ടി ജനിച്ചാൽ ഞാൻ സന്യസിക്കും, സമ്മതമാണോ ചോദിച്ചപ്പോൾ ദേവഹൂതി സമ്മതം പറഞ്ഞു. വിവാഹം കഴിച്ചു. വീണ്ടും തപസ്സിന് പോയി അദ്ദേഹം. തപസ്സിന് പോയി അദ്ദേഹം കണ്ണ് തുറന്നു നോക്കുമ്പോൾ 8 വയസ്സ് പ്രായത്തിൽ വന്ന ദേവഹൂതിക്ക് ഇപ്പോൾ 1 വയസ്സ് കൂടി. 9 ഇല്ല, 81 ആയി. പണ്ടൊക്കെ 8 വയസ്സിലാണ്, ചെറുപ്പത്തിലാണ് കല്യാണം. 8 വയസ്സിലാണ് കല്യാണം നടത്തുമ്പോഴാണ് ഗൗരി കല്യാണം പറയുന്നത്. ആ 8 വയസ്സ് പെൺകുട്ടിക്കാണ് ഗൗരി എന്നാണ് പേര്. അതുകൊണ്ടാണ് കല്യാണത്തിലൊക്കെ നമുക്ക് ഗൗരി കല്യാണം വൈഭോഗമേ പാടുന്നു. ഇതാ കാരണം 8 വയസ്സിൽ പണ്ട് നടത്തിയിരുന്നു.
ഇപ്പോൾ 18 കഴിഞ്ഞാൽ 28 30 അതേ ഗൗരി കല്യാണം വൈഭവേ നമ്മൾ പാടുന്നു. അങ്ങനെ 8 വയസ്സിൽ വന്ന ദേവഹൂതി ഇപ്പോൾ 81 വയസ്സായി, മുത്തശ്ശിയായി. അപ്പോൾ കർദമൻ പറഞ്ഞു, ആ ഭഗവാന്റെ കണ്ണുനീർ ഒഴിച്ച തീർത്ഥം അവിടെ ഉണ്ട്. കർദമൻ്റെ സ്തുതി കേട്ട് ഭഗവാന്റെ കണ്ണുനീർ താഴെ വീണു. കണ്ണുനീർ കൊണ്ട് ഒരു കുളം ഉണ്ടായി എന്നാണ് പറയുന്നത്. കണ്ണുനീർ കൊണ്ട് കുളം ഉണ്ടാവുമോ? അത്രയും കണ്ണുനീരാണോ? അത് അത് ഭഗവാനൊക്കെ ഒരു വിഷമമില്ല. ഇത് 1000 തല ഉണ്ടല്ലോ, എന്നാലും 2000 കണ്ണുകൾ ഉണ്ടാവും. എന്നാലും കർദമൻ്റെ സ്തോത്രം ഒരു 8 ശ്ലോകങ്ങളുണ്ട്. ഓരോ ശ്ലോകത്തിന് ഈ 2 തുളി വീണാൽ തന്നെ ഒരു കുളം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇവിടെ പറയുന്നു പ്രപന്നേ അർപ്പിതയാ ഭൃശം. നമ്മളൊക്കെ ഭഗവാനുക്ക് കൊടുക്കുമ്പോഴാണ് സമർപ്പണം, അർപ്പണം പറയും. ഇവിടെ കർദമൻ്റെ സ്തുതി കേട്ട് കർദമനുക്ക് വേണ്ടി ഭഗവാൻ കണ്ണുനീർ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. പ്രപന്നേ അർപ്പിതയാ ഭൃശം. അങ്ങനെ ഭഗവാൻ കണ്ണുനീരായിട്ട് സമർപ്പിച്ചു എന്ന് പറയാൻ കാരണം ഭഗവാനക്ക് അറിയാം ഇങ്ങനെയൊക്കെ ഇദ്ദേഹം ചെയ്യും, അതിന് പണ്ട് തന്നെ ഒരു കുളം ഉണ്ടാക്കി വയ്ക്കാം എന്ന് ഭഗവാൻ തീരുമാനിച്ചതാവും. അതുകൊണ്ടാണ് അർപ്പിതയാൻ ഇവിടെ പറയുന്നുണ്ട്. ആ കുളത്തിൽ മുങ്ങി കുളിക്കാൻ പറഞ്ഞപ്പോൾ ദേവഹൂതി ആ കുളത്തിൽ മുങ്ങി. എന്താ അത്ഭുതം! ആ കുളത്തിൻ്റെ ഉള്ളിൽ ചില ദേവതാ സ്ത്രീകളൊക്കെ ആ ദേവഹൂതിയെ സുന്ദരിയാക്കി മാറ്റി. 81 വയസ്സ് മുത്തശ്ശിയായി കുളിച്ച ദേവഹൂതി എഴുന്നേൽക്കുമ്പോൾ വീണ്ടും 18 വയസ്സുകാരിയായി മാറി. ഈ കഥ ഞാൻ മുംബൈയിൽ പറഞ്ഞപ്പോൾ ഒരു മുത്തശ്ശൻ ചോദിച്ചു, എവിടെയാണ് കുളം? ഞാനോ ഒന്ന് പോയിട്ട് വരാം. ഇപ്പോഴും കുളമൊക്കെ ഉണ്ട്. സിദ്ധപ്പൂർ എന്ന സ്ഥലത്തിലാണ് ആ കുളം. അഹമ്മദാബാദിൽ നിന്ന് ഒരു 4 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്താൽ സിദ്ധപ്പൂർ എന്ന സ്ഥലമുണ്ട്. അത് ഗുജറാത്തിലായതുകൊണ്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മ മോഡിജി. നമ്മുടെ നാടുകളിൽ ആ കുളം മോശമായി തീരും. പക്ഷേ ഇപ്പോൾ നല്ല കുളം വൃത്തിയായി സൂക്ഷിച്ച് വച്ചിരിക്കുന്നുണ്ട്. ആ കുളത്തിൻ്റെ പെരുമയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആശിഷാം യാപകം നൃണാം. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ആ കുളത്തിൽ നിന്നും നമുക്ക് കിട്ടും. അത്രയും ശുദ്ധമായ ഒരു ഭഗവാന്റെ കണ്ണുനീരായതുകൊണ്ട് അത്രയും ശുദ്ധവും അത്രയും പവിത്രവും ഉണ്ട്. നമ്മുടെ കണ്ണുനീരാണെങ്കിൽ അശുദ്ധം, ഭഗവാന്റെ കണ്ണുനീരാകുമ്പോൾ അത് ശുദ്ധവും പവിത്രവുമാണ്. അങ്ങനെ ആ കുളത്തിൽ കുളിച്ച് ദേവഹൂതി യുവതിയായി വന്നു. കർദമനും ഈ യുവാവിൻ്റെ രൂപം സ്വീകരിച്ച് കുറച്ച് നാൾ ഇങ്ങനെ കുടുംബജീവിതത്തിലിരുന്നു. ദേവഹൂതിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ടൂർ ചെല്ലണം. വിവാഹം കഴിഞ്ഞാൽ ഹണിമൂൺ യാത്രയ്ക്ക് പോകാറുണ്ടല്ലോ, അത് ആദ്യം തുടങ്ങി വെച്ചത് ഇദ്ദേഹമാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു 9 നിലവുള്ള ഒരു വിമാനം ഉണ്ടാക്കി. ദേവഹൂതിക്ക് 9 രൂപം കൊടുത്തു. സ്വയം 9 രൂപം സ്വീകരിച്ചു. നോധാ വിധായ രൂപം സ്വം സർവസങ്കൽപ്പവിദ് വിഭു. അങ്ങനെ 9 നിലകളിൽ 9 ദേവഹൂതിയുമായി 9 കർദമന്മാർ ഇങ്ങനെ ഓരോരോ ലോകത്തിലും സഞ്ചരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സിദ്ധന്മാരൊക്കെ നമസ്കരിക്കുന്നു. സിദ്ധൈർനൃതോദ്യുധിനിപാത ശിവസ്വനാസു രേമേ ചിരം ധനധവല്ലലനാവരൂചി. കുബേരനെ പോലെ അദ്ദേഹം ഇങ്ങനെ സുഖിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, സിദ്ധൈർനുതഃ. ഇദ്ദേഹം ഗൃഹസ്ഥനാണ്. ഗൃഹസ്ഥനായ ഇദ്ദേഹത്തെ കാണുമ്പോൾ വലിയ വലിയ സിദ്ധന്മാരൊക്കെ, ബ്രഹ്മചാരി, തപസ്വി, ജ്ഞാനികളൊക്കെ അദ്ദേഹത്തിനെ വീണ് നമസ്കരിക്കുന്നു. ഇതാണ് അത്ഭുതം. എൻ്റെ ഗുരുനാഥൻ വിവാഹം കഴിച്ച ആളാണ്. പക്ഷേ എൻ്റെ ഗുരുനാഥൻ കാശിയിൽ ഒരു പ്രഭാഷണം സപ്താഹം നടത്തിയപ്പോൾ അവിടെ സന്യാസിമാർക്ക് ഇരുന്ന് കേൾക്കുന്നു. ഗുരുനാഥൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ അവർക്ക് തോന്നി, സാധാരണ സന്യാസിമാർ ഗൃഹസ്ഥന്മാർ നമസ്കരിക്കാൻ പാടില്ലേ, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ സാക്ഷാത് കൃഷ്ണനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു പറഞ്ഞ് അദ്ദേഹം അവസാനം നന്ദി പറഞ്ഞ് കാക്കൽ വീണു നമസ്കരിച്ചു. എന്താ കാരണം? ഗൃഹസ്ഥനായാലും അതിൽ തന്നെ ബ്രഹ്മചര്യത്തിൽ ഇരുന്ന് അവിടെ തന്നെ തപസ് ചെയ്യുന്ന മഹാത്മാക്കളാണ് എൻ്റെ ഗുരുനാഥനക്കുള്ള മഹാത്മാക്കൾ. നാമദേവൻ, തുകാറാം, വേദാന്ത ദേശികൻ, എത്ര മഹാത്മാക്കളാണ്. അവരൊക്കെ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നിട്ടും തപസ് ചെയ്തുകൊണ്ടിരുന്നു. ചില ആളുകൾ സന്യസിച്ച് പോയി പിന്നെ ബുദ്ധിമുട്ടുന്നു. അങ്ങനെ സന്യസിക്കാൻ പോയി പിന്നെ കോണകം എലി കൊണ്ടുപോയി, പിന്നെ എലിയെ പിടിക്കാൻ പൂച്ചയെ വളർത്തി, പിന്നെ പൂച്ചയ്ക്ക് പാൽ കൊടുക്കാൻ ഒരു സ്ത്രീയെ ഏർപ്പാടാക്കി, പിന്നെ സ്ത്രീയെ നോക്കേണ്ടേ, അപ്പോൾ വിവാഹം കഴിച്ചു. അങ്ങനെ ചില ആളുകളുണ്ട്. സന്യസിക്കാൻ പുറപ്പെട്ട് വീണ്ടും ഗൃഹസ്ഥാശ്രമത്തിൽ വന്നവരുമുണ്ട്. എൻ്റെ ഗുരുനാഥനെ പോലെ ആളുകൾ വിവാഹം കഴിച്ചിട്ടും സന്യാസി തുല്യാരെ ജീവിച്ചു. അതാണ് ഇവിടെ പറയുന്നു, സിദ്ധൈർനൃതോ ദ്യുധിനിപാത ശിവസ്വനാസു
രേമേ ചിരം ധനദവല്ലണാവരോധി. ഈ സമയത്ത് അവർക്ക് 9 പെൺകുട്ടികൾ ഉണ്ടായി. പിന്നെ അദ്ദേഹം സന്യസിക്കാൻ തീരുമാനിച്ച് പുറപ്പെട്ടപ്പോൾ ദേവഹൂതി വീണു നമസ്കരിച്ചു. സർവം തദ്ഭഗവാൻ മഹ്യം ഉപോവാഹ പ്രതിശ്രുതം അഥാപി മേ പ്രപന്നായാഃ അഭയം ദാതുമർഹസി. ബ്രഹ്മന്തു ഹി തൃപിസ്തുഭ്യം വിമൃഗ്യാഃ പതയഃ സമാഃ കശ്ചിത് സ്യാന്മേ വിശോകായ ത്വയി പ്രവ്രജിതേ വനം. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചോ അതൊക്കെ നിങ്ങൾ ചെയ്തു. പിന്നെ ഒന്നുകൂടി വേണം, എനിക്ക് അഭയം, ഭയം ഇല്ലാതെ ജീവിക്കാൻ ഒരു അനുഗ്രഹം ഉണ്ടാക്കണം. പിന്നെ എൻ്റെ ശോകങ്ങളെ മാറ്റാൻ ഒരു ഉണ്ണി വേണം. ശോകങ്ങളെ മാറ്റാൻ ഉണ്ണി വേണമെന്ന് പറഞ്ഞാൽ ഉണ്ണി ഉണ്ടായ ശോകം മാറുമോ? ചില ആളുകൾക്ക് ഉണ്ണിയെ കൊണ്ട് തന്നെ ശോകം ഉണ്ടാവും. അപ്പോൾ ശോകം മാറാൻ ഉണ്ണി വീണ്ടും പറഞ്ഞാൽ അതിനർത്ഥം ശോകം, ദുഃഖങ്ങൾ മാറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ജ്ഞാനം വേണം. ജ്ഞാനം ഉണ്ടായാലേ തരതി ശോകം ആത്മവിത്ത്. ആത്മവിത്ത്, ആത്മാവിനെ താൻ അറിഞ്ഞവർക്ക് മാത്രമേ ഈ ശോകത്തിൽ നിന്നും തരണം ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ ദുഃഖത്തിന് പരിഹാരമൊക്കെ ചെയ്യുന്നുണ്ട്, ജ്യോത്സ്യന്മാർ പറഞ്ഞ് ചില പരിഹാരമൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നു ഭാഗവതത്തിൽ. യഥാഹി പുരുഷോഭാരം ശിരസാ ഗുരുമുദ്വഹണ് തം സ്കന്ധേന സാധത്തെ തഥാ സർവാ പ്രതിക്രിയാഹ. തലയിൽ ഒരു വലിയ ഭാരം, ഒരു നെല്ലിൻ്റെ അരിച്ചാക്ക് തലയിൽ എടുത്തു പോകുന്ന ഒരാൾക്ക് തല വേദനിച്ച പോലെ ചെയ്തു, അത് ഒന്ന് തോളിൽ മാറ്റി വെച്ചു. അപ്പോൾ ഹാവു സമാധാനം. എന്താ സമാധാനം? ഒരു സമാധാനമില്ലേ, കുറച്ച് കഴിച്ച് തോല് വേദനിക്കാൻ തുടങ്ങും. അതുപോലെയാണ് തോല് വേദനിക്കുമ്പോൾ തലയിൽ മാറ്റും. അതുപോലെയാണ് പരിഹാര കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് കുറച്ചേ ശാന്തി കിട്ടുള്ളൂ. മുഴുവനുമായ ശാന്തി കിട്ടണമെങ്കിൽ ജ്ഞാനം ഉണ്ടായാലേ പറ്റൂ. അപ്പോൾ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ജ്ഞാനം ഉപദേശിക്കുന്ന ഒരു ഉണ്ണി വേണം. അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നു. കശ്ചിത് സ്യാന്മേ വിശോകായ ത്വയി പ്രവ്രജിതേ വനം. ഇത് പറഞ്ഞപ്പോഴാണ് കർദമനക്ക് ഓർമ്മ വന്നു, നമ്മുടെ പുത്രനായിട്ട് ഭഗവാൻ തന്നെ ജനിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ജനിച്ചിട്ടില്ലേ. എന്താ കാരണം? നമ്മൾ ചെയ്ത തപസ് പോരാ. കൂടുതൽ ദാനധർമ്മം തപസ് ചെയ്യുന്നവർക്ക് മാത്രമേ മഹാത്മാക്കൾ ഉണ്ണികളായി ജനിക്കുള്ളൂ. ഇപ്പോഴൊക്കെ വിവാഹം കഴിഞ്ഞാൽ ഉടനെ ഹണിമൂണായിട്ട് പുറപ്പെടുന്നു. അങ്ങനെ പോകാൻ പാടില്ലേ. വിവാഹം കഴിഞ്ഞ് കുറേ കാലം ദമ്പതിമാർ തപസ് ചെയ്യണം. ഒരു ഗുരുവായൂരോ എന്തെങ്കിലും പുണ്യക്ഷേത്രത്തിൽ പോയി ഒരു കൊല്ലം. അതുപോലെ തന്നെ ഉപനയനം കഴിഞ്ഞാൽ ഒരു കൊല്ലമെങ്കിലും ബ്രഹ്മചര്യം വേണം. ഇപ്പോൾ കുറച്ച് ദിവസം, ഒരു മാസമേ ഉള്ളൂ. പണ്ടൊക്കെ 12 കൊല്ലം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചവർക്കേ ഉണ്ട്. ഇപ്പോൾ 12, ഒരു കൊല്ലം ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു മാസം ആയിപ്പോയി. അങ്ങനെ വിവാഹം കഴിച്ച് ഒരു കൊല്ലമോ ഇല്ല 6 മാസം ഇല്ലെങ്കിൽ ഒരു മണ്ഡലകാലമെങ്കിലും ഈ ദമ്പതിമാർ വൃത്തിയായിട്ട് തപസ് ചെയ്ത് ജീവിച്ചാൽ അവർക്ക് ഉണ്ടാകുന്ന കുട്ടികൾ നല്ല ആരോഗ്യമാവും, ബുദ്ധിശക്തി ഉള്ളവരായും അച്ഛനമ്മമാർ പറയുന്ന കാര്യം അനുസരിക്കുന്ന കുട്ടികളായും ഉണ്ടാവും. ഇപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ കുട്ടികൾ എന്താ പറയുക അനുസരിക്കില്ലേ? നമ്മൾ തപസ് ചെയ്തിട്ടില്ലേ? പുണ്യതീർത്ഥേ കൃതം യേന തപഹ്വാപ്യതി ദുഷ്കരം തസ്യ പുത്രോ ഭവേത് വസ്യഃ സമൃദ്ധോ ധാർമ്മികഃ സുധീഹി. ധാർമ്മികനായ സുധിയായ നല്ല ഉണ്ണികൾ, ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ അച്ഛനമ്മമാർ തപസ് ചെയ്യണം. ഇവിടെ തപസ് ചെയ്തു. കർദമനും ദേവഹൂതിയും കൂടുതൽ ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു, നാമങ്ങളൊക്കെ ജപിച്ചു. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ ജയ ജയ ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ജയ ജയ ഗോപാല ഹരേ. ജയ ജയ ഗോപാല ഹരേ.
കുറച്ചു കാലം നാമം ജപിച്ചപ്പോൾ അവരുടെ മുമ്പിൽ ഭഗവാൻ തസ്യാം ബഹുതിഥേ കാലേ, ഞാൻ പറഞ്ഞ് കുറച്ചു കാലം, ഇവിടെ ബഹുതിഥിയെ പറയുന്നു, കുറേ കാലം ദിവസം ചെയ്തു. ഭഗവാൻ മധുസൂദന കാർദമം വീര്യമാപന്ന യജ്ഞേ അഗ്നിരിവ ദാരുണീ. അഗ്നിയിൽ നിന്നും, ദാരുവിൽ നിന്നും അഗ്നി ഭഗവാൻ, ഇങ്ങനെ അരണിക്കട്ടയിൽ നിന്നും അഗ്നി ഉദ്ഭവിക്കുന്നത് പോലെയാണ് കർദമൻ ദേവഹുതിൻ്റെ മധ്യയിൽ ഭഗവാൻ ജടാമണ്ഡലത്തോട്, ചിന്മുദ്രയോട്, ദണ്ഡകമണ്ഡലോട് കപില ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അച്ഛനമ്മമാർ സ്തുതിക്കുന്നു. കാരണം സാധാരണ ഉണ്ണിയെ പോലാണെങ്കിൽ സ്തുതിക്കാറില്ലേ, ദർശനമാണ് അവർ കൊടുക്കുന്നു. അങ്ങനെ ദർശനം കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഭഗവാൻ അച്ഛനും ഉപദേശിക്കണം. പ്രാർത്ഥിച്ചപ്പോൾ ഉപദേശം കൊടുത്തു. നമുക്ക് ഈ ലോകത്തിൽ എല്ലാം രണ്ടായിട്ടാണ് ഉള്ളൂ. ദ്വന്ദ്വം എന്ന് പറയും, സുഖം ദുഃഖം, മാനം അപമാനം, ലാഭം നഷ്ടം, വെற்றி തോൽവി, ശീതം ഉഷ്ണം, ഇതൊക്കെ മാറി മാറി വരും. ഇത് രണ്ടായിട്ട് വരുന്നത് ഒന്നായി കണക്കാക്കണം. അത്ര എളുപ്പമാണ് ജ്ഞാനയോഗം. ഭക്തിയോഗം ബുദ്ധിമുട്ടാണ്. എന്താ, ഭക്തിയോഗം നടത്തണമെങ്കിൽ കുറച്ച് കിണ്ടി വെള്ളം, പിന്നെ പൂക്കളൊക്കെ പൂജിക്കാൻ വേണ്ടേ, വിളക്കൊക്കെ വേണ്ടേ. കർമ്മയോഗത്തിന് അതൊക്കെ കൂടുതൽ കഷ്ടം, നെയ്യ്, ഇതൊക്കെ വേണം. ജ്ഞാനയോഗത്തിന് ചിലവില്ല, ഒരു ചിലവില്ല, ഫ്രീ ആയിട്ട് എല്ലാം കിട്ടുന്നുണ്ട് ലോകത്തിൽ. സുഖം ദുഃഖം, മാനം അപമാനം, ലാഭം നഷ്ടം, എന്ത് വന്നാലും എനിക്ക് ഇല്ലേ, ഇത്രയും വിചാരിച്ചാൽ മതി. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് ജീവിതത്തിൽ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചില മഹാത്മാക്കൾ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം എനിക്ക് ഇല്ലെന്ന് വിചാരിക്കുന്നതാണ് ജ്ഞാനയോഗം. അച്ഛന് ഉപദേശം കൊടുത്തു. അച്ഛൻ ഭഗവാൻ തന്നെ പുത്രനായി ജനിച്ചിട്ടും അദ്ദേഹം കാട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന് അറിയാം, ഈ ഉണ്ണി നമ്മളെ വിട്ട് കാട്ടിലേക്ക് പോകും. പിന്നെ ദശരഥനെ പോലെ കാട്ടിൽ പോയി നമ്മൾ ഇവിടെ ബുദ്ധിമുട്ടാണ്. ഉണ്ണി പുറപ്പെടും മുമ്പ് തന്നെ നമ്മൾ പുറപ്പെടാൻ തീരുമാനിച്ച് ഭഗവാൻ തന്നെ പറയുന്നു, മയാ പ്രോക്തം ഹി ലോകസ്യ ഗച്ഛകാമം മയാ പൃഷ്ടോ മയി സന്യസ്ത കർമ്മണ. കാട്ടിൽ ചെന്നാലും എന്നെ ധ്യാനിച്ചിരുന്നാൽ മതി എന്നാണ് ഭഗവാൻ പറയുന്നു. അങ്ങനെ കർദമൻ പുറപ്പെട്ടു ചെന്നു. പിന്നെ അമ്മയുടെ അടുത്ത് കുട്ടിയായിട്ട് കളിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം അമ്മയ്ക്ക് ഉപദേശം കൊടുത്തിട്ട് വേണം പുറപ്പെടാൻ തീരുമാനിച്ചപ്പോഴാണ് അമ്മ ഭഗവാന്റെ കാലിൽ വീണ് നമസ്കരിക്കുന്നു. തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോ കുഠാരം ജിജ്ഞാസയാഹം പ്രകൃതേ പൂരുഷസ്യ നമാമി സദ്ധർമ്മവിദാം വരിഷ്ഠം. പ്രകൃതി പുരുഷൻ എന്ന് രണ്ട് ആളെക്കുറിച്ച് പറയുന്നു. ഇത് എന്താണെന്ന് എനിക്ക് വിശദമായി ഉപദേശിക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്നു. യോഗ ആധ്യാത്മിക പുംസാം മതോണി ശ്രേയസായ മേ അത്യന്തോപരതിര്യത്ര ദുഃഖസ്യ ച സുഖസ്യ ച. ഈ യോഗം പണ്ട് ഋഷീശ്വരന്മാർക്ക് ഞാൻ പറഞ്ഞതാണ്. യം അവോചം പുരാണകേ. പണ്ട് ഋഷീശ്വരന്മാർക്ക് പറഞ്ഞപ്പോൾ അമ്മ വിശ്വസിച്ചു. ഇതാണ് അമ്മയുടെ ഗുണം. കുട്ടി എന്ത് പറഞ്ഞാലും മിക്കവാറും വിശ്വസിക്കും. ഈ കുട്ടികൾ എന്ത് ചെയ്യും, സിനിമയ്ക്ക് പോയിട്ട് പിന്നെ പറയും, ഞാൻ 2 മണിക്കൂർ അമ്പലത്തിൽ പോയി വന്നു. എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, വൈകുന്നേരം അയാൾ അമ്പലത്തിൽ പോയി 2 മണിക്ക് കഴിഞ്ഞേ വരുള്ളൂ. ഇയാൾ സിനിമയ്ക്ക് പോയി വന്ന ആളാണ്. ഇതേ അച്ഛൻ അത് വിശ്വസിക്കാറില്ല. കാരണം അച്ഛൻ്റെ സ്വഭാവമല്ലോ, എന്നെ പോലെയല്ല ഇയാൾ. പക്ഷെ അമ്മ വിശ്വസിച്ച് പോകും. പണ്ട് ഞാൻ ഇതുപോലെ മഹർഷിമാർക്ക് ഉപദേശിച്ചു പറഞ്ഞപ്പോൾ ശരി പറഞ്ഞു. ഇതേപോലെ അർജുനനോട് പറഞ്ഞു, പണ്ട് ഞാൻ ഈ യോഗം വിവസ്വാനക്ക് സൂര്യനക്ക് ഉപദേശം കൊടുത്തു പറഞ്ഞപ്പോൾ അർജുനൻ ചോദിച്ചു, നിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കറിയാം. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ഞാനും നീ ഒന്നിച്ച് ജനിച്ചല്ലേ, പണ്ട് എങ്ങനെ നീ ഉപദേശം കൊടുത്തു ചോദിക്കുന്നു. ഇവിടെ ദേവഹൂതി ചോദിച്ചിട്ടില്ലേ, പണ്ട് ഋഷീശ്വരർക്ക് പറഞ്ഞു കൊടുത്തു പറഞ്ഞപ്പോൾ ശരി, എന്താണ് പറഞ്ഞു കൊടുത്തു പറയൂ. ചേതഃഖൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ. ഈ മനസ്സാണ് ദുഃഖത്തിനും സുഖത്തിനും കാരണമായി തീരുന്നു. അത് ബന്ധനത്തിനും മുക്തിക്കും കാരണം ഈ മനസ്സ് തന്നെയാണ്. ഈ മനസ്സ് ഗുണങ്ങളിൽ, ഭൗതിക വിഷയങ്ങളിൽ ചെന്നാൽ അത് ബന്ധമായി തീരും. ഭഗവാന്റെ അടുത്ത് ചെന്നാൽ അത് മോക്ഷമായി തീരും.
ഒരേ മൊബൈൽ തന്നെയാണ്. അതിന് നല്ലത് കണ്ടാൽ അത് മോക്ഷത്തിന് കാരണമാകും, ചീത്ത കണ്ടാൽ അത് നരകത്തിന് കാരണമാകും. അത് ഒരേ മൊബൈൽ തന്നെ രണ്ടത്തിന് കാരണമാവണം. അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യണം, അത് നല്ല ആൾക്കാരോട് ചെന്നാലേ അത് നല്ലതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കത്തിയെ പോലെയാണ്. കത്തി നല്ല ആളുടെ അടുത്ത് ചെന്നാൽ, നല്ല ഡാക്ടറുടെ അടുത്ത് ചെന്നാൽ ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ അത് ഉപയോഗമാകുന്നു കത്തി. അതേ ഒരു കൊലക്കാരൻ്റെ കയ്യിൽ ചെന്നാൽ ഒരു ജീവനെ നശിപ്പിക്കാൻ കാരണമാവുന്നു. അപ്പോൾ കത്തി എങ്ങനെ വേണം ഉപയോഗിക്കണം, അതിന് ഒരു പരിപക്വത വന്നാലേ അത് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ കത്തിയെടുക്കാൻ പോട്ടാൽ അമ്മ തുടർന്ന് പേടിക്കും. കുറച്ച് പ്രായം വെച്ചാൽ കത്തിയെടുത്തുകൊണ്ട് കഷ്ണം നറുക്കി തരുമോ പറയും. അതേപോലെയാണ് ഇത് വേണ്ട വിധത്തിൽ ഇത് മനസ്സ് എങ്ങനെ ഭഗവാന്റെ അടുത്ത് തിരിച്ച് വിടണം, അത് മഹാത്മാക്കളുടെ അടുത്ത് ചെന്നാൽ അത് നമുക്ക് പഠിക്കാൻ സാധിക്കും. മഹാത്മാക്കൾ എങ്ങനെയായിരിക്കും അതുകൂടി ഇവിടെ പറയുന്നു. തിതിക്ഷവകാ കാരുണികാഃ സുഹൃദഃ സർവദേഹിനാം അജാതശത്രവശാന്താഃ സാധവകാ സാധുഭൂഷണാഃ. തിതിക്ഷവകാ, നല്ല തിതിക്ഷയോടെ ഇരിക്കുന്നവരാണ് മഹാത്മാക്കൾ. നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. തിതിക്ഷ പറഞ്ഞാൽ അത്ര എളുപ്പത്തിലില്ലേ. ഒരു ചെറിയ കാര്യം പോലും നമുക്ക് ക്ഷമയോട് സ്വീകരിക്കാൻ ആവണില്ലേ. കാരുണികാഃ, കബീർദാസൻ പേരുള്ള മഹാത്മാ പ്രഭാഷണത്തിന് പോകുന്ന സമയത്ത് പുറകിൽ ഒരാൾ ചീത്ത വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹത്തിനെ കേട്ടുകൊണ്ട് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചീത്ത വിളിച്ച ആളോട് പറഞ്ഞു, ഒരു മിനിറ്റ് ഇവിടെ നിർത്തിക്കോളൂ, ഇപ്പോൾ എന്നെ സ്വീകരിക്കാൻ ചില ആളുകൾ വരും, ഇപ്പോൾ ചീത്ത വിളിച്ചാൽ എന്നെ തള്ളും, ഒന്ന് നിന്നോളൂ പറഞ്ഞു. പിന്നെ കബീർദാസർക്ക് മാളമൊക്കെ അണിയിച്ച് അവർ പ്രഭാഷണത്തിന് കൊണ്ടുപോയി. അദ്ദേഹം 1 മണിക്കൂർ 2 മണിക്കൂർ പ്രഭാഷണമൊക്കെ നടത്തി. തിരിച്ച് മാളമൊക്കെ അണിഞ്ഞ് തിരിച്ച് വരുമ്പോൾ അയാളോട് പറഞ്ഞു, തുടങ്ങാം, നമുക്ക് വീണ്ടും തുടങ്ങിക്കോളൂ. അപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. ഞാൻ ചീത്ത വിളിച്ച സമയത്തിലും അദ്ദേഹം അങ്ങനെ ചിരിച്ചുകൊണ്ട് നടന്നു. ഇവിടെ മാളമൊക്കെ സമർപ്പിച്ചു, പിന്നെ ഷാൽ വസ്ത്രമൊക്കെ സമർപ്പിക്കുന്നു, നമസ്കരിക്കുന്നു. അപ്പോഴും ഒരേ യദ്യപി തുല്യ ദർശനാഹ, സമ്മാനിച്ചാലും അവമാനിച്ചാലും ഒരേപോലെ തുല്യമായിട്ട് കണക്കാക്കുന്നവരാണ് ശരിക്കുമുള്ള മഹാത്മാക്കൾ. നമ്മളൊക്കെ സമ്മാനിക്കുമ്പോൾ നമുക്ക് സന്തോഷം, മാളമൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കും. ശരിക്കും മാല സമർപ്പിക്കുമ്പോൾ മാല വാങ്ങുന്ന ആളാണ് ശ്രേഷ്ഠൻ, മാല സമർപ്പിക്കുന്ന ആളാണ് ശ്രേഷ്ഠൻ ചോദിച്ചാൽ സമർപ്പിക്കുന്ന ആളാണ് കുറച്ച് വലിയ ആൾ തോന്നുന്നു. മിക്കവാറും മാല സ്വീകരിക്കുന്ന എല്ലാവരും തല താഴ്ത്തും. അപ്പോൾ എന്താ, ഇത് തല താഴ്ത്തുന്ന ആൾ ഒത്തര ചെയ്യുക ആളാണ്, മാല ഇടുന്ന ആൾ ഇങ്ങനെ ഇടുള്ളൂ. അപ്പോൾ അയാൾ വലിയ ആളാണ്. അപ്പോൾ തന്നെ മാല സ്വീകരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം നമ്മളത്ര വലിയ ആളായിട്ടില്ലേ. അത് മഹാത്മാക്കൾ അങ്ങനെ കണക്കാക്കുള്ളൂ. അതുകൊണ്ടാണ് വലിയ സന്യാസിമാർ വന്നാൽ നമ്മൾ മാല അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. അവരുടെ പാദത്തിൽ വയ്ക്കും, അവർ സ്വയം തന്നെ സ്വീകരിക്കും. കാരണം അങ്ങനെ ചില അവർ തല കുണിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. പക്ഷേ സന്യാസിമാരെ തല കുടിക്കുന്ന ചില ആളുകളുണ്ടാവും. ആരാടാ? ഷവർ നമ്മുടെ കേസം കട്ട് ചെയ്യുന്ന ആളുണ്ടല്ലോ, എത്ര വലിയ മോഡി ആയാലും എത്ര ജനാധിപതി ആയാലും അയാളുടെ മുമ്പിൽ തല കുണിച്ചേ പറ്റൂ. എന്താ കാരണം? നമ്മൾ അലങ്കരിക്കാൻ വന്ന ആളാണ്. പക്ഷേ ഗുരുനാഥൻ അങ്ങനെ വരുന്ന ആളെയും നമസ്കരിക്കുന്നു. എന്താ കാരണം? അദ്ദേഹം പണ്ഡരീപുരത്തിലാണ് രാമകൃഷ്ണ ഹരി നാമം ജപിച്ചാണ് അവർ തുടങ്ങുന്നു. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാൻ നാമം ചെയ്യണ്ടേ, ചൊല്ലേണ്ടേ. അങ്ങനെ യദ്യപി തുല്യദർശനാഹ, അങ്ങനെ സമ്മാനിച്ചാലും അവമാനിച്ചാലും തുല്യമായിട്ട് കണക്കാക്കുന്നവരാണ് മഹാത്മാക്കൾ. വേദാന്ത ദേശികൻ ഒരു പേരുള്ള മഹാത്മാ കാഞ്ചീപുരത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം വരുന്ന വഴിയിൽ, നാമം ജപിച്ച് വരുന്ന വഴിയിൽ അദ്ദേഹത്തിനെ അവമാനിക്കാൻ വേണ്ടി കാഞ്ചീപുരത്തിൽ ചെരുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കോർത്ത് ഒരു തോരണം കെട്ടിവെച്ചു. നമ്മളൊക്കെ തെങ്ങിൻ്റെ ഇത് തോരണം കെട്ടാറുണ്ട്, മാവിലെ തോരണം കെട്ടാറുണ്ട്. ഇദ്ദേഹത്തിനെ അവമാനിക്കാൻ വേണ്ടി ചെരുപ്പ് ചീഞ്ഞ ചെരുപ്പൊക്കെ എടുത്ത് തോരണം കെട്ടിവെച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, ആ വഴി കൂടി പോകണ്ട, നിങ്ങളെ അവമാനിക്കാൻ വേണ്ടി ചെരുപ്പ് തോരണം കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നല്ല വഴിയാണ്, അവിടെ തന്നെ ചെല്ലാം. അപ്പോൾ അദ്ദേഹം ഒരു ശ്ലോകം പറഞ്ഞു, കർമാവലംബകാ കേചിത് കേചിത് ജ്ഞാനാവലംബകാഃ വയന്തു ഹരിദാസാനാം പാദരക്ഷാവലംബകാഃ. ചില മഹാത്മാക്കൾ കർമാവലംബകാഃ, കർമ്മങ്ങൾ ചെയ്ത് ഭഗവാനുക്ക് സമർപ്പണം ചെയ്ത് ഭഗവാനെ പ്രാപിക്കുന്നു.
ചില മഹാത്മാക്കൾ ജ്ഞാനം അഭ്യസിച്ച് ഭഗവാനെ പ്രാപിക്കുന്നു. നമുക്ക് കർമ്മം ചെയ്യാനും അത്ര യോഗ്യത ഇല്ലേ, ജ്ഞാനം അഭ്യസിക്കാനും യോഗ്യത ഇല്ലേ? നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഹരിദാസാനാം ഭക്തന്മാരുടെ പാദരക്ഷാവളം, അവരുടെ പാദരക്ഷയാണ് നമുക്ക് ആലംബനം. അപ്പോൾ പറഞ്ഞു, അത് ഭക്തന്മാരുടെ ചെരുപ്പ് എടുത്ത് തോരണം കെട്ടിയാൽ നന്നായിരുന്നു. ഇവിടെ റോട്ടിൽ പിഞ്ച ചെരുപ്പ് ഉണ്ടല്ലോ, അത് എടുത്താണ് തോരണം കെട്ടിയിരിക്കുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, കാഞ്ചീപുരത്തിൽ ഇരിക്കുന്ന എല്ലാവരും ഭക്തന്മാർ തന്നെയാണ്. എല്ലാവരെയും ഭഗവാൻ കണ്ടിട്ടുണ്ടാവും. സാധാരണ നാസ്തികൻ അമ്പലത്തിൽ പോയി ഭഗവാൻ കണ്ടില്ലെങ്കിലും ഭഗവാൻ ഇന്നെ എഴുന്നള്ളിച്ച് ഇങ്ങനെ വരുമ്പോൾ എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാഞ്ചീപുരത്തിലിരിക്കുന്ന എല്ലാവരും ഭക്തന്മാർ തന്നെയാണ്, ആ വഴി കൂടി തന്നെ ചെല്ലാം പറഞ്ഞു. അങ്ങനെ അപമാനിക്കാൻ ചെരുപ്പ് തോരണം കെട്ടിയപ്പോഴും അത് ഒരു അനുഗ്രഹമായി സ്വീകരിച്ചു. അതാണ് മഹാത്മാക്കളുടെ സ്വഭാവം. അങ്ങനെയുള്ള തിതിക്ഷ, ഈ തിതിക്ഷയ്ക്ക് ഉദാഹരണം പറയാൻ തുടങ്ങിയാൽ പിന്നെ ഒരു മണിക്കൂർ തന്നെ നടക്കുള്ളൂ. തിതിക്ഷവഃ കാരുണികാഃ സുഹൃദഃ സർവദേഹിനാം അജാതശത്രവഃ ശാന്താഃ സാധവഃ സാധുഭൂഷണാഃ. അങ്ങനെ മഹാത്മാക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ അത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും. ചെറിയ കുട്ടിയെക്കുറിച്ച് അമ്മ പറയുമ്പോൾ ആ കുട്ടി അടുത്തിരുന്ന് കേൾക്കും എന്താ പറയുന്നു, അത് അവർക്ക് കേൾക്കാൻ ഉത്സാഹം ഉണ്ടാവും. അതുപോലെയാണ് ഭഗവാൻ ഉണ്ണിയല്ലേ, ഉണ്ണികൃഷ്ണനല്ലേ, അവൻ ഉണ്ണികൃഷ്ണൻ്റെ കഥകൾ പാടുമ്പോൾ നാമം ജപിക്കുമ്പോൾ അടുത്ത് വന്നിരിക്കും ഭഗവാൻ. ഇങ്ങനെ ഭക്തന്മാരുടെ പെരുമയും ഭക്തിയുടെ പെരുമയും ഇവിടെ എടുത്തു പറഞ്ഞു ഭഗവാൻ. അതിനുശേഷം 24 തത്വങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന സാഖ്യയോഗത്തെ ഉപദേശിച്ചു. പിന്നെ പ്രകൃതി പുരുഷൻ അതേക്കുറിച്ച് ഉപദേശിച്ചു. പ്രകൃതി പറയുന്നത് ചലിക്കുന്നതാണ്, പുരുഷൻ സ്ഥിരമായിട്ടിരിക്കുന്നതാണ്. ഒന്ന് സ്ഥിരമായിരിക്കും പോലെ ഒന്ന് ചലിക്കുള്ളൂ. ഇപ്പോൾ റോഡ് സ്ഥിരമായിരിക്കുന്നത് കൊണ്ടാണ് ബസ് ഇങ്ങനെ ഓടുന്നു. ബസ് ഓടുന്നത് കണ്ടിട്ട് റോഡ് ഞാനും ഒന്ന് ഓടാൻ തുടങ്ങിയാൽ എന്താവും, ബസ് വീഴും. ഇപ്പോൾ സ്ഥിരമായ പുരുഷൻ്റെ ആധാരത്തിലാണ് ഈ പ്രകൃതി ചലിക്കുന്നു ഇവിടെ ഉപദേശിച്ചു. പിന്നെ അഷ്ടാംഗയോഗം ഉപദേശിക്കുന്നു. യോഗസ്യ ലക്ഷണം വക്ഷ്യേ സബീജസ്യ നൃപാത്മജേ മനോയേനൈവ വിധിനാ പ്രസന്നം യാതി സത്പഥം. അതിൽ സബീജ ധ്യാനം, നിർബീജ ധ്യാനം, രൂപം ഇല്യന് ധ്യാനിക്കുന്ന ചില ആളുകളുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവില്ല. രൂപം ഇല്യന് പറയുന്ന ആൾക്ക് പോലും എന്തോ ധ്യാനിക്കണമെന്ന് വേണ്ടേ, അതുകൊണ്ട് ചന്ദ്രൻ സ്റ്റാറൊക്കെ വരയ്ക്കുന്നു. അവർക്ക് ഒരു രൂപം ഇല്ലയാണ്. ഇല്ലേ പറഞ്ഞാലും പക്ഷേ അവർക്ക് ഒരു രൂപം വേണ്ടി വരുന്നു. പിന്നെ അവർക്ക് ഇങ്ങനെ കുരിശൊക്കെ വേണ്ടി വരണു. അവർക്ക് ഇല്ല ആൾ പോയില്ലേ, എന്നാലും ധ്യാനിക്കാൻ എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ അവരോ ഇന്നൊക്കെ കൊടിമറോ ഇതൊക്കെ വെച്ച് എന്തെങ്കിലും ധ്യാനിക്കാൻ വേണ്ട ഒരു ഉത്സവം ചെയ്താൽ അത് പറ്റുള്ളൂ. അപ്പോൾ നിർബീജധ്യാനം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ സബീജധ്യാനം. സബീജം പറഞ്ഞാൽ ധ്യാനിക്കാൻ രൂപത്തോട് ധ്യാനിക്കുന്ന രൂപം ഇവിടെ വർണ്ണിക്കുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം ഇതൊക്കെ ഇവിടെ വിസ്തരിച്ച് വർണ്ണിക്കുന്നു. എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ ഉറങ്ങണം ഇതൊക്കെ പറഞ്ഞ് പിന്നെ ഭഗവാന്റെ രൂപം ഇവിടെ വർണ്ണിക്കുന്നു. സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജസരോരുഹലാഞ്ചനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാലജ്യോത്സ്നാഭിः ആഹതമഹദ്ധൃദയാന്ധകാരം. ഭഗവാന്റെ പലവിധ രൂപങ്ങൾ നമ്മുടെ ദേശത്തിലുണ്ട്. സ്ഥിതം, വ്രജന്തം, ആസീനം, ശയാണം വാ ഗുഹാശയം. സ്ഥിതം നിൽക്കുന്ന ഭഗവാന്റെ രൂപം. ഗുരുവായൂർ പോയാൽ അവിടെ ഭഗവാൻ നിൽക്കുന്നു. പിന്നെ ആസീനം, ഇവിടെ തൃപ്പൂണിത്തറയിൽ ഭഗവാൻ ഇരിക്കുന്നു. ശയാണം, അവിടെ പത്മനാഭപുരത്തിൽ തിരുവനന്തപുരത്തിൽ കിടക്കുന്നു. സ്ഥിതം, ആസീനം, ശയാണമൊക്കെ നമുക്ക് മനസ്സിലാവും. ഇവിടെ വ്രജന്തം, നടക്കുന്ന ഭഗവാൻ. അങ്ങനെ നടക്കുന്ന ഭഗവാൻ കണ്ടിട്ടുണ്ടോ? എൻ്റെ ഗുരുനാഥൻ പൂജിക്കുന്ന വിഗ്രഹം ഭക്തകോലാഹലം നടക്കുന്ന രീതിയിലാണ്. ഒരു കാല് വെച്ച് ഇന്നൊരു കാലം എടുത്ത് നടക്കുന്ന രീതിയിലാണ്. സ്വയംവര പാർവതി, പാർവതി ദേവി, ആ ദേവിയെ പ്രാർത്ഥിച്ചാൽ നല്ല കല്യാണം കുട്ടികൾക്ക് ഉണ്ടാവും. ആ സ്വയംവര പാർവതി മന്ത്രം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മന്ദം മന്ദം ഉപയേഷീം വരയിത്തും ശംഭും ജഗന്മോഹിനീം വന്ദേ ദേവമുനീന്ദ്ര വന്ദിതപദാം ഇഷ്ടാർത്ഥതാം പാർവതീം. കയ്യിൽ വരണമാലിന്യം എടുത്ത് നടക്കുന്ന രീതിയിലാണ് ആ അമ്മയുടെ രൂപം. ഞാൻ അടുത്ത് ഗുരുവായൂർ സപ്താഹം നടത്തി. അവിടെ ചെന്നപ്പോൾ മമ്മയൂർ ക്ഷേത്രത്തിൽ
തൊഴുതു വരുമ്പോൾ ആ മമ്മിയൂർ ശിവൻ്റെ പിൻഭാഗത്തിലാണ് അതേപോലെ മാലയും എടുത്ത് അമ്മ നടന്ന് ഈ സ്വയംവര പർവ്വതത്തിലെ ധ്യാന ശ്ലോകത്തിൻ്റെ ഒരു ചിത്രം അവിടെ വരച്ചിട്ടുണ്ട്. പക്ഷേ ഫോട്ടോ എടുക്കാമോ എന്ന് സംശയം ഉണ്ടായതുകൊണ്ട് ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ ആ സ്വയംവര പാർവതി ഇങ്ങനെ നടക്കുന്ന രീതിയിലാണ്. അതുപോലെ നടക്കുന്ന രീതിയിലിരിക്കുന്ന ദേവിയെ ധ്യാനിക്കാം. ഇങ്ങനെ ഏതൊരു വിധത്തിലും നമുക്ക് ഭഗവാനെ ധ്യാനിക്കാം എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നു. അതിൽ തിരുവടി മുതൽ ഇവിടെ തുടങ്ങുന്നു. ഭഗവാന്റെ തിരുവടിയിൽ ദിവ്യ ചരണങ്ങൾ, ദിവ്യ രേഖകളൊക്കെ ഉണ്ട്. വജ്രം, അങ്കുശം, ധ്വജം, സരോരുഹം. വജ്രരേഖ, അങ്കുശരേഖ, ധ്വജരേഖ. വജ്രം നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കാനും, അങ്കുശരേഖ നമ്മുടെ മനസ്സ് നേരാക്കാനും, ധ്വജം, അങ്കുശധ്വജം നമ്മുടെ മനസ്സിന് ഉത്സാഹം കിട്ടാനും, സരോർഹം താമരയെപ്പോലെ എപ്പോഴും പ്രകാശമായിട്ട് വികസനമായിട്ടിരിക്കാൻ വേണ്ടി, സന്തോഷത്തോടിരിക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ പാദത്തിൽ താമര. ഭഗവാന്റെ പാദത്തിൽ താമരരേഖ, കയ്യിലും താമര, പാതയോരരവിന്ദഞ്ച് മിക്ക പ്രധാനം താമരരേഖ. താമരയെപ്പോലെ രേഖ ആരുടെ കാലിലുണ്ടോ അവർക്ക് ഭഗവാന്റെ സ്വരൂപം എന്ന് പറയാം. വേണമെങ്കിൽ പിന്നെ നോക്കിക്കോളൂ, അവരുടെ സ്വന്തം കാൽ താമര ഉണ്ടോ നോക്കിക്കോളൂ. ഭഗവാന്റെ കാൽക്കളിലും താമര രേഖ, ഭഗവാന്റെ പാദവും താമരയാണ്. നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രിയെ. ഭഗവാന്റെ തിരുവടി തന്നെ താമര പോലെയാണ്. ആ തിരുവടി താമരയിൽ ഒരു താമര രേഖ. പിന്നെ കൈ തന്നെ ഒരു താമര പോലെയാണ്. താമര പോലെയുള്ള കയ്യിൽ ഒരു താമര. ഭഗവാന്റെ മുഖം ഒരു താമര. ആ മുഖമാകുന്ന താമരയിൽ താമര കണ്ണ്. എല്ലാം താമരയുടെ രൂപമാണ് ഗുരുവായൂരപ്പൻ. കയ്യിൽ കാൽ മുഴുവനും താമര വച്ചിട്ട് എന്താ കാര്യം? കേരളീയർക്ക് അത് മനസ്സിലാവേണ്ടേ ഇല്ല. ഭഗവാൻ കയ്യിൽ മുഴുവനും താമര വച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റവരിൽ താമര കൊണ്ട് സ്പർശിക്കേണ്ടി നമ്മൾ അത് അറിയാത്ത ആളായി പോയി. എന്നാലും അങ്ങനെ ഒരു കാലം വരട്ടെ. നാടിൻ്റെ നന്മയ്ക്ക് താമര വേണ്ടേ? കുളം നന്നാവണമെങ്കിൽ, കുളത്തിൻ്റെ വെള്ളം നന്നാവണമെങ്കിൽ താമര ഉണ്ടെങ്കിൽ കുളം നല്ല തീർത്ഥമാണ്. അതുപോലെ നാട് നന്നാവണമെങ്കിൽ താമര ഉണ്ടാവണം. ഇപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ഗുരുവായൂരപ്പനാണ് താമരക്കാട്. ഗുരുവായൂരപ്പനെ കണ്ടാൽ ഒരു താമരക്കാട് പോലെയാണ്. കറുമുകിൽ താമരക്കാട് പൂത്തു. അത് ആകാശത്തിൽ താമര പൂത്താൽ എങ്ങനെയാണോ അതുപോലെയാണ്. ഇതാ കാരണം, ആകാശമാണ് നീലക്കളറിൽ. അപ്പോൾ നീലക്കളറിൽ ഗുരുവായൂരപ്പൻ്റെ മുഖത്തിൽ ആ മുഖം, കമലം ഇതൊക്കെ കാണുമ്പോൾ ആകാശത്തിൽ താമര ഉണ്ടായതുപോലെയാണ് ഭഗവാന്റെ ദിവ്യരൂപം. പിന്നെ ഭഗവാന്റെ മുട്ടുക്കാൽ അത് ദേവി തന്നെ അമർത്തി കൊടുക്കുന്നു. ഇതൊക്കെ ശാസ്ത്രരീതിയായി പറയുന്നുണ്ട് ചില മഹാത്മാക്കൾ. പണ്ടൊക്കെ സ്ത്രീകൾ ഭർത്താവ് കിടക്കാൻ വരുമ്പോൾ ഒന്ന് കാല് അമർത്തി കൊടുക്കും. എന്താ അതുകൊണ്ട് ശനിദോഷം മാറും എന്നാണ് പറയുന്നത്. പിന്നെ അത് ജ്യോത്സ്യന്മാർക്ക് പറയുന്നുണ്ട്. സ്ത്രീകളുടെ കയ്യിൽ ഏതോ ഗ്രഹത്തും ഈ മുട്ടുകാലിൽ ശനീന്റെ ഗ്രഹവും. അപ്പോൾ പരസ്പരം അവർ ഭാര്യ ഭർത്താവിടെ കാലുകൊണ്ട് തലോടി കൊടുത്താൽ അത് കൊണ്ട് ഇങ്ങനെ ദോഷങ്ങളൊക്കെ മാറും, അവർക്കും നന്മയാണെന്ന് പറയുന്നു. ഇപ്പോൾ മാറിപ്പോയി. ഭർത്താവാണ് ഭാര്യയ്ക്ക് അമർത്തി കൊടുക്കേണ്ടി വരുന്നു. അത് ഭാര്യ ഭർത്താവിനെ കാല് അമർത്തി കൊടുത്ത് പൂജിച്ചാൽ അത് ലക്ഷ്മി നാരായണ സ്വരൂപം. പിന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് താഴ്ക്കാൽ തള്ളി കൊടുത്താൽ അത് കൃഷ്ണനും രാധയും അത് കണക്കാക്കിയാൽ മതി. അങ്ങനെ മഹാലക്ഷ്മി സ്വന്തം മടിത്തട്ടിൽ വെച്ച് കാല് അമർത്തി കൊടുക്കുന്നു. ഈ രൂപമും നമുക്ക് അവിടെ കാണാം. ഗുരുവായൂരിൽ അവിടെ ഭഗവാനെ തൊഴുത് പിന്നിൽ വന്നാൽ അവിടെ രംഗനാഥനായിട്ട് ഭോഗനാഥനായിട്ട് ഭഗവാൻ വരണം. ഒരു ഭാഗത്തിൽ മഹാലക്ഷ്മിയും ഭൂമിദേവിയും. ഭൂമിദേവി സ്വന്തം മടിത്തട്ടിൽ ഭഗവാന്റെ തല വച്ചിരിക്കുന്നു. മഹാലക്ഷ്മി സ്വന്തം മടിത്തട്ടിൽ ഭഗവാന്റെ കാലും വച്ച് ജാണുദ്വയം ജലജലോചനയാ ജനന്യാ ലക്ഷ്മിയാ. മഹാലക്ഷ്മി കാലം അമർത്തി കൊടുത്ത് നമ്മോട് എന്താ പറയുന്നു? ജനനി ഇവിടെ പറയുന്നു, അമ്മയാണ്. അമ്മ പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ ഭഗവാന്റെ കാല് പിടിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും പിടിച്ചോളൂ, സുഖമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഭഗവാന്റെ തിരുത്തുടകൾ സുവർണനുക്ക് ഗരുഡനുക്ക് ഒരു മാല സമർപ്പിച്ചതുപോലെയാണ്. ഒക്കെ ഭഗവാന്റെ ഓരോരോ അവയവങ്ങളും ഇവിടെ വിസ്തരിച്ച് വർണ്ണിക്കുന്നു. ആ ഭഗവാന്റെ പുരികം വില്ലുപോലെ ഇരിക്കുന്നു. എന്താ കാരണം? ഭക്തന്മാർ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഇടയ്ക്ക് മന്മഥൻ ബാണം വിടാൻ തയ്യാറായിരിക്കും. ആ മന്മഥൻ്റെ ബാണം അടിക്കാൻ വേണ്ടി ഭഗവാന്റെ പുരികം തൻ്റെ ബാണം പോലെ വച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പിന്നെ ഭഗവാന്റെ രൂപധ്യാനം വർണ്ണിക്കുന്നു.
അതിനുശേഷം ഭക്തിയോഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. താമസം, രാജസം, സാത്വികം, നിർഗുണം. അടുത്തവരെ നശിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ഭക്തി ചെയ്യാറുണ്ട്. അതൊക്കെ താമസ ഭക്തിയാണ്. യശസ് വേണം, പണം വേണം ആഗ്രഹിച്ച് ഭക്തി ചെയ്യുന്നവർ രാജസന്മാർ. മോക്ഷം വേണം പ്രാർത്ഥിക്കുന്നവർ സാത്വികന്മാർ. മോക്ഷവും വേണ്ടാമെന്ന് ഭക്തി ചെയ്യുന്നവരാണ് നിർഗുണന്മാർ. ആ ഭക്തിയെക്കുറിച്ച് വർണ്ണിക്കുന്നു. പിന്നെ ജീവഗതാഗതിയെക്കുറിച്ച് വർണ്ണിക്കുന്നു. പുണ്യം കൂടുതലുള്ളവർക്ക് സ്വർഗവും പാപം കൂടുതലുള്ളവർക്ക് നരകവും. രണ്ടും സമമായി ആവുമ്പോൾ നമ്മുടെ ഭൂലോകത്തിലും ആ ജീവൻ എത്തിച്ചേരും. ഇവിടെ ജീവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആദ്യം മഴയോടൊപ്പം ധാന്യത്തിൽ വീഴും. അച്ഛൻ്റെ ശരീരത്തിൽ 2 മാസം എടുത്ത് ശക്തിയായി മാറി അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണ് ആ ജീവൻ ഭഗവാനെ സ്തുതിക്കുന്ന രംഗം. ഭഗവാനെ എനിക്ക് സത്സംഗം തരണേന്ന് പ്രാർത്ഥിക്കും. പിന്നെ എല്ലാം മറക്കും. ഒരു കാറ്റ് കൊണ്ട് ജീവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ എല്ലാം മറക്കും. അപ്പോൾ ആ ജീവനക്ക് സത്സംഗം കിട്ടിയാൽ വീണ്ടും ഭഗവാന്റെ പാദത്തിലെത്തും. ഇല്ലെങ്കിൽ പുനരപ്പി ജനനം പുനരപ്പി മരണം വീണ്ടും വീണ്ടും എന്നെ ചുറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വേണ്ടത് നല്ല സത്സംഗം എന്നാണ് ഇവിടെ പറയുന്നു. പിന്നെ എന്തെങ്കിലും വേറെ സംശയമുണ്ടോ ചോദിച്ചപ്പോൾ ദേവഹൂതി പറഞ്ഞു, എനിക്ക് നീ പറയുന്ന ഒരു യോഗം എന്നെക്കൊണ്ട് ആവണില്ല. ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് എന്താ മനസ്സിലായി? ധ്യാനവും നമുക്കൊക്കെ ധ്യാനം ചെയ്യാനാവണില്ല. ധ്യാനിക്കാൻ എന്താണെന്ന് വെച്ചാൽ വർക്കാവാനാണ് പറഞ്ഞത്. നമ്മളെ കൊണ്ട് പറ്റുന്ന എളുപ്പ കാര്യം നാമജപം. അതാണ് ഇവിടെ ദേവഹൂതി പറയുന്നു. യന്നാമധേയശ്രവണാണു കീർത്തനാത് യത് പ്രഹ്വനാത് യത് സ്മരണാദപി ക്വചിത് ശ്വാദോപി സദ്യസ്സവനായ കൽപ്പത്തെ കുതഃ പുനസ്തേ ഭഗവന്നു ദർശനാത്. നാമം ജപിച്ചാൽ മതി. ഒരു സ്വാദന, ഒരു നായയെ അടിച്ചു തിന്നുന്ന സാധാരണക്കാരനായാലും നാമം ജപിച്ചാൽ സോമയാഗം ചെയ്ത ബ്രാഹ്മണന് തുല്യമായി തീരുന്നു. അതാണ് ഗുരുവായൂർ ഏകാദശി മാഹാത്മ്യം. ഗുരുവായൂർ ഏകാദശി മാഹാത്മ്യം ബ്രഹ്മപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. തിരുക്കുറുങ്കുടി ഒരു ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുനെൽവേലി അടുത്തുണ്ട്. അവിടെ ഒരു സാധാരണ നായ അടിച്ച് തിന്നുന്ന ജാതിയിൽ ജനിച്ച ഒരാൾ, അയാൾ ഭഗവാന്റെ മുന്നിൽ പാടാൻ പോകുന്ന വഴിയിൽ ഒരു ബ്രഹ്മരക്ഷസ് പിടിച്ചു അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭഗവാനെ പാടാൻ പോകുന്ന സമയമാണ്, ഇന്ന് ഏകാദശിയാണ്, ഗുരുവായൂർ ഏകാദശിയാണ്, കൈശിക ഏകാദശിയാണ് പുരാണത്തിൽ പറയുന്നു. ഞാൻ പാടിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാം. ബ്രഹ്മരക്ഷസ് പറയുന്നു, ആരെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരുമോ? ജീവിതം പോകുന്ന സമയത്തിൽ രക്ഷപ്പെടാനല്ലേ പോളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഇത്ര പാപങ്ങളൊക്കെ എനിക്ക് വരട്ടേന്ന് ചില പാപങ്ങൾ ശപഥം ചെയ്തു. അപ്പോൾ ബ്രഹ്മരക്ഷസ് പറഞ്ഞു വിട്ടു. ഇദ്ദേഹം ഭഗവാന്റെ മുന്നിൽ പാടി, നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ. ചില കീർത്തനങ്ങളൊക്കെ പാടി പുറപ്പെടുന്ന സമയത്ത് ഒരു പയ്യൻ അവിടെ വന്ന് പറഞ്ഞു, എങ്ങടാ പോകണു? ആ വഴി കൂടി വീട്ടിലേക്ക് പോകണു. ആ വഴി കൂടി പോവേണ്ടാം, അവിടെ ആൾത്തറിയിൽ ബ്രഹ്മരക്ഷസ് ഇരിക്കുന്നുണ്ട്, പോവേണ്ടാം. അങ്ങനെ ഒരു പയ്യൻ വന്ന് പറയുന്നു. ആ പയ്യൻ ആരാണെന്ന് വെച്ചാൽ സാക്ഷാത് ഭഗവാൻ തന്നെയാണ്, പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ബ്രഹ്മരക്ഷസോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകണം. അവരുടെ ശരീരമല്ലേ പ്രധാനം. ഈ ശരീരമാദ്യങ്ങളും ധർമ്മസാധനം. എന്തെങ്കിലും ഗുളിക എന്തെങ്കിലും കഴിച്ചിട്ടെങ്കിലും നമ്മുടെ ശരീര ആരോഗ്യം നമ്മൾ നിലനിർത്തണം. എന്താ കാരണം? അപ്പോൾ ഈ ഭഗവാനെ ഭജിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും ഇദ്ദേഹം ധൈര്യമായിട്ട് അവിടെ ചെന്നു. അപ്പോൾ ചെല്ലുന്ന സമയത്ത് ആ പയ്യൻ പറഞ്ഞു, 2 പേർക്കും നന്മ വരട്ടേന്ന് കൈ ഉയർത്തി ആശീർവാദം ചെയ്തു. അവിടെ തിരിച്ച് ചെല്ലുന്ന സമയത്ത് ബ്രഹ്മരക്ഷസിന് തോന്നി, ബ്രഹ്മരക്ഷസ് വലിയ വിദ്വാനാണ്. പഠിച്ച ആളുകൾ യാഗം ചെയ്യുമ്പോൾ ചെറിയ കുറ്റം അപരാധം കൊണ്ടാണ് അവർ ബ്രഹ്മരക്ഷസായി ജനിച്ചു പോകുന്നു. അവൾ ബ്രഹ്മരക്ഷസ് പറഞ്ഞു, ഇത്രയും നേരം ഭഗവാനെ പാടിയില്ലേ, ആ പാടിൻ്റെ ഒരു ഫലം എനിക്ക് കിട്ടിയാൽ മതി, എനിക്ക് നല്ല ഗതി കിട്ടും. നീ ഭഗവാനെ പാടിയ ആ നാമജപത്തിൻ്റെ ഒരു ഫലം എനിക്ക് തരാമോ? അത് പറ്റില്ലേ. പല നാമങ്ങൾ ജപിച്ചില്ലേ, ഒരു നാമത്തിൻ്റെ ഫലം തരാമോ? അത് പറ്റില്ല. അത് ഭഗവാനക്ക് വേണ്ടി പാടിയതാണ്. ഇന്ന് ഏത് രാഗത്തിലാണ് പാടി? 2-3 രാഗം, ഭൂപാലം,
ബിലഹരി, ഇങ്ങനെ രാവിലെ പാടുന്ന ചില രാഗങ്ങൾക്കടെ ഭൂപാളം, ബിലഹരി, അതുപോലെ കൈശികം എന്ന രാഗത്തിൽ പാടി. രാഗത്തിൽ കുറച്ച് സാധാരണ മോശമായ രാഗം വിചാരിക്കുന്നു. കൈശികം എന്ന രാഗത്തിൽ പാടി. ആ കൈശിക രാഗത്തിൻ്റെ ഫലം തരാമോ? രാഗത്തിൻ്റെ ഫലമല്ലേ? തന്നേക്കാം. നാമത്തിൻ്റെ ഫലം ഇല്ലേ? നാമം ഏത് രാഗത്തിൽ പാടിയോ ആ രാഗത്തിൻ്റെ ഫലം കൊടുത്തു. അത് കിട്ടിയപ്പോൾ ബ്രഹ്മരക്ഷസന് സദ്ഗതി, സ്വർഗം കിട്ടി. ഇദ്ദേഹത്തിനും നല്ല ഗതി കിട്ടി, വൈകുണ്ഠം കിട്ടി എന്നാണ് ഗുരുവായൂർ ഏകാദശിയുടെ മാഹാത്മ്യം പുരാണങ്ങളിൽ പറയുന്നു. അപ്പോൾ എന്താ കാരണം? അത്ര വലിയ യാഗം ചെയ്ത ഒരു ബ്രാഹ്മണൻ പോലും സാധാരണക്കാരൻ്റെ നാമജപത്തിൻ്റെ ഒരു ഫലം കൊണ്ടാണ് അദ്ദേഹത്തിന് പോലും സദ്ഗതി കിട്ടി. സ്വാദോപി സദ്യ സവണായ കൽപ്പത്തെ കുതഃ പുനസ്തേ ഭഗവന്നു ദർശനാത് അഹോ ബതസ്വപചോതോ ഗരീയാൻ യജ്ജിഹ്വാഗ്രേ വർത്തത്തെ നാമതുഭ്യം തേ പുസ്തപസ്തേ ജുബുസ്സസ്നുരാര്യാഹ ബ്രഹ്മാണോചുർനാമ ഗൃണന്തി യേതേ. നാമം ജപിക്കുന്നവർക്ക് തപസ്സിൻ്റെ ഫലവും അതേപോലെ യാഗം ചെയ്ത ഫലവും തീർത്ഥയാത്ര ഫലവും വേദം പഠിച്ച ഫലം എല്ലാം ഉണ്ടാവും. ഇവിടെ ബോധേന്ദ്രസ്വാമികൾ പറയുന്നു, പൂർവ്വജന്മത്തിൽ ഇതൊക്കെ ചെയ്തവർക്ക് മാത്രമേ ഈ ജന്മത്തിൽ നാമം ജപിക്കാൻ തോന്നുള്ളൂ. അത്രയും സത്കർമ്മം ചെയ്തവർക്ക് മാത്രമേ നാമം ജപിക്കാൻ തോന്നുള്ളൂ. ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. നാമഭക്തിയും പ്രയച്ചമേൻ്റെ ഗുരുനാഥനോട് പ്രാർത്ഥിക്കുന്നു. നാമഭക്തിയും പ്രയച്ചമേ, നാമം ജപിക്കാൻ തോന്നണേന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നാമമഹിമ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കപിലോപദേശം സമർപ്പിക്കുന്നു. പിന്നെ കപില ഭഗവാൻ പുറപ്പെട്ട ശേഷം ദേവഹൂതി ധ്യാനിച്ച് ഭഗവാനെ പ്രാപിച്ചു. ദേവഹൂതിയുടെ ശരീരം തന്നെ ഒരു പുഴയായി ഒഴുകി ഓടി. ഈ കപിലോപദേശം ശ്രവിക്കുന്നവർക്ക് ഭക്തിയും മുക്തിയും കിട്ടും എന്ന് പലസ്തി പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ സ്കന്ധം സമർപ്പിക്കുന്നു. നമുക്ക് നിർത്തേണ്ട സമയമായി. ഇപ്പോൾ ഒരു നാമാവളി പാടി നിർത്താം. വീണ്ടും പാരായണം, അതിനുശേഷം പ്രഭാഷണം. ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ, ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ, നന്ദകുമാരവര നവനീത ചോര ഹരേ, നന്ദകുമാരവര നവനീത ചോര. ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ, ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ. ഗോപീ മന ചോര ഗോപാല കൃഷ്ണ ഹരേ, ഗോപീ മന ചോര ഗോപാല കൃഷ്ണ, ഗോപീ മന ചോര ഗോപാല കൃഷ്ണ ഹരേ, ഗോപീ മന ചോര ഗോപാല കൃഷ്ണ. ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ, ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ. जय बोलो कपिल भगवान की जय, जय बोलो देवहूति माता की जय.